ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അരിത റെസിപ്പീസ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ആദ്യം തന്നെ നമുക്ക് ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഈ 5 ഉരുളൻകിഴങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലോണം കഴുകി ഊറ്റി വെച്ച ബോൺലെസ് ചിക്കനാണ് ഇട്ട് കൊടുത്തേക്കണത്. ഒരു ചിക്കൻ്റെ ഫുള്ളും ഉണ്ട്. അപ്പോൾ എല്ലുള്ളതാണെങ്കിൽ നമുക്ക് അത് വേവിച്ച ശേഷം അതിൻ്റെ എല്ലൊക്കെ മാറ്റിയാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം ക്രഷ്ഡ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വേവിക്കാം. പിന്നെ ചിക്കനും തന്നെ വെള്ളം ഒന്ന് ഇറങ്ങും. ഇനി ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് ഞാൻ ഒരു 6 പച്ചമുളക്, ഒരു 6-7 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി, അല്ലെങ്കിൽ അതേമാതിരി ഒരു 2 വലിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരു 3 വലിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിനായിരുന്നു നമ്മൾ ഒഴിച്ചത്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ഒന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം 2 തണ്ട് കറിവേപ്പില ഒന്ന് കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവോളയൊക്കെ ഗോൾഡൻ കളറാകുമ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂണോളം ക്രഷ്ഡ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ഒരു 3/4 സ്പൂണോളം ഗരം മസാല പൊടിച്ചതും, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചോപ്പറിലാണ് ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. ചോപ്പർ ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ തൊലിക്ക് കളഞ്ഞൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഉരുളൻകിഴങ്ങൊക്കെ ഇതിലൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി, ഇതിൽ വെള്ളമൊന്നും ഇല്ല, എന്നാലും നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ബ്രെഡ് ക്രംസിൻ്റെ പൊടി 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസിൻ്റെ പൊടിയില്ലെങ്കിൽ ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ച ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് 2 ടീസ്പൂണോളം ചേർക്കുക. നമ്മൾ എത്ര കൊണ്ട് ആണ് എടുക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ റോസ്റ്റ് ചിക്കനായാലും ഉരുളൻകിഴങ്ങ് മസാലയൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം എല്ലാ സാധനങ്ങളും കൂട്ടിയും കുറച്ചും എടുക്കാൻ. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചെറു ചൂടാറിയ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ബ്രെഡ് ക്രംസിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനായിട്ട് ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത്ര ഉള്ളതുകൊണ്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ മുട്ടയുടെ ബാറ്ററിലേക്ക്. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് മുക്കാനുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉള്ളോളം എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉള്ളോളം എടുത്തിട്ട് ഒന്ന് കൈവെള്ളയിലൊന്ന് അമർത്തി ഇതേമാതിരി വട്ടനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതേമാതിരി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് ഈ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയ ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ വേഗം നമുക്ക് ഓരോന്നും മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും ആവശ്യമാകുമ്പോൾ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് എണ്ണ ചൂടായ ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് ഓരോ കട്ട്ലറ്റും വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ കട്ട്ലേറ്റാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴോ അതുമാതിരി വലിയ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നിങ്ങളുടെ കമൻസ് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.